നമസ്കാരം ടീച്ചർമാരെ. ഏപ്രിൽ 8 തൊട്ടിട്ട് ഏപ്രിൽ 22 വരെ നമ്മൾ പോഷൻ പക്വയുടെ വിവിധ തരത്തിലുള്ള പരിപാടികൾ നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ ജനന്തോളം ഡാഷ്ബോർഡിൽ എൻട്രിയും വരുത്തുന്നുണ്ട്. ഇന്ന് ഏപ്രിൽ 22 പോഷൻ പക്വയുടെ ലാസ്റ്റ് ദിവസമാണ്. ഇന്നൊരു സാമൂഹ്യാധിഷ്ഠിത പരിപാടി CBA നടത്തുന്നുണ്ട്. കുട്ടികളിലെ അമിതവണ്ണം എന്നുള്ളതാണ് ടോപ്പിക്ക്. അപ്പോൾ അതിന് നോട്ട്സൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ നോട്ട്സ് ആദ്യം നമുക്ക് നോക്കാം. കുട്ടികളിലെ അമിതവണ്ണം അതാണല്ലോ ഒന്നത് ടോപ്പിക്. അപ്പോൾ കുട്ടികളിലെ അമിതവണ്ണം പരിഹരിക്കാൻ ആരോഗ്യപരമായ ജീവിതശൈലി നമ്മൾ കൈക്കൊള്ളണം. അത് നല്ലൊരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ സാമൂഹ്യാധിഷ്ഠിത പരിപാടി നടന്നത്. ബാല്യകാലം, അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ചെയ്തിരിക്കുകയാണ് ഈ നോട്ട്സിൽ. ബാല്യകാലം എന്നത് വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയുടെ നിർണായക ഘട്ടമാണ്. ഈ കാലഘട്ടത്തിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഭാവി ജീവിതത്തെ നന്നായി ബാധിക്കാം. അത്തരത്തിലുള്ള പ്രധാന ആരോഗ്യ പ്രശ്നമാണ് കുട്ടികളിലെ അമിതവണ്ണം. ഇന്ന് കേരളത്തിൽ ഇതൊരു വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അമിതവണ്ണം എന്നുള്ളതിന് വേണ്ടി ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നതിൻ്റെ കാരണം കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് പേരൻസിന് അവബോധം സൃഷ്ടിച്ചു കൊടുക്കുക. അതാണ് ഇന്നത്തെ CBA കൊണ്ട് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പം കുറേ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഒന്ന് ആരോഗ്യമില്ലാത്ത ഭക്ഷണ രീതി, അതായത് അൺഹെൽത്തി ഡയറ്റ്. അതായത് നമ്മൾ ഫാസ്റ്റ് ഫുഡ്, വറുത്ത പോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കില്ലേ, അതുകൊണ്ടുണ്ടാവാം. ആ നോട്ട്സ് എല്ലാവരും വായിച്ചു നോക്കുക. അപ്പോൾ കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. അതായത് ശാരീരിക പ്രവർത്തനങ്ങളുടെ കുറവ്. ഇപ്പോൾ കുട്ടികൾ കൂടുതലും മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ പൊതുവെ വ്യായാമങ്ങളൊക്കെ കുറവാണ്. സ്കൂളിൽ പോലും കായിക വിദ്യാഭ്യാസത്തിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ ജനിതകപരമായ കാരണങ്ങൾ കൊണ്ട് അമിതവണ്ണം ഉണ്ടാവാം. അതേപോലെ പാരിസ്ഥിതിക ഘടകങ്ങൾ, ഓരോ ഘടകങ്ങൾ, ഇങ്ങനത്തെ കുറേ കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അതേപോലെ മാനസികപരമായ കാരണങ്ങൾ കൊണ്ടുണ്ടാവാം, ഉറക്കക്കുറവ് കൊണ്ടൊക്കെ ഉണ്ടാവാം. അതിനൊക്കെ നോട്ട്സ് ക്ലിയറായിട്ട് അടിയിൽ എഴുതിണ്ടാക്കുക. എല്ലാം വായിച്ചു നോക്കിയിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. ഈ അമിതവണ്ണം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് കുട്ടികളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വഴിവെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ പറഞ്ഞ ടൈപ്പ് 2 പ്രമേഹം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചെറിയ പ്രായമാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് പ്രമേഹം വരുന്നുണ്ട്. അതിന് മെയിൻ കാരണങ്ങളൊന്ന് ഈ അമിതവണ്ണമാണ്. ഈ അമിതവണ്ണമുള്ള കുട്ടികൾ പൊതുവേ രക്തത്തിൽ പ്രമേഹത്തിൻ്റെ അളവ് കൂടുന്നതാണ് ഈ ടൈപ്പ് 2 പ്രമേഹം. ഇത് മാത്രമല്ല, ഇതിന് പുറമെ വേറെ കുറേ, അതായത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, സന്ധിവേദനകളും മറ്റ് എല്ല് സംബന്ധമായ പ്രശ്നങ്ങളും, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, നേരത്തെയുള്ള പ്രായപൂർത്തികൾ, ലേഡീസ്, പെൺകുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് അമിതവണ്ണം കൊണ്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് നമുക്കിനി എങ്ങനെയാണ് അതിൻ്റെ പ്രതിവിധികളും മുൻകരുതലും എന്തൊക്കെ ചെയ്താൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് അടുത്ത നോട്ട്സ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെ ഡീറ്റെയിലായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ നോട്ട്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഈ നോട്ട്സൊക്കെ വായിച്ചിട്ട് കറക്റ്റായിട്ട് അവബോധം കൊടുക്കുക. ഇനി പ്രതിവിധികളും മുൻകരുതലുകളും നോക്കുക. ഈ കുട്ടികളുടെ അമിതവണ്ണം തടയാൻ എന്തൊക്കെ പ്രതിവിധികളും മുൻകരുതലാണ് എടുക്കാൻ പറ്റുമെന്ന്. ആരോഗ്യപരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ആദ്യം പറഞ്ഞ പോലെ തന്നെ ശാരീരിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹനം നൽകുക. അതായത് കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ അത്. പിന്നെ സ്ക്രീൻ ടൈം കുറയ്ക്കുക. ഇപ്പോൾ ഏറ്റവും അധികം വരുന്ന പ്രശ്നമാണ് മൊബൈൽ ഫോണിൻ്റെ ഒക്കെ ഉപയോഗം. അതൊന്ന് കുറയ്ക്കുക. പിന്നെ കുടുംബത്തിൻ്റെ പിന്തുണ വളരെ അത്യാവശ്യമാണ്. ഈ ആരോഗ്യപരമായ ജീവിതശൈലി പിന്തുടരുന്നതിന് കുടുംബങ്ങളൊക്കെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ചെയ്യുന്ന വഴി, ഒരുമിച്ച് വ്യായാമമൊക്കെ ചെയ്യുന്ന വഴി ഈ അമിതവണ്ണം നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. ഇതിന് പുറമെ വിദ്യാഭ്യാസം, അതായത് നമ്മൾ സ്കൂളിലും ഇതിനെപ്പറ്റി കറക്റ്റായിട്ട് ക്ലാസ്സുകൾ സംഘടിപ്പിച്ച് അവബോധം കൊടുക്കുക. അതേപോലെ പതിവായ ആരോഗ്യ പരിശോധനകൾ ചെയ്യുക. അതേപോലെ സമൂഹത്തിനും വളരെ വലിയ പങ്കുണ്ട് ഈ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമിതവണ്ണം കുട്ടികളുടെ ആരോഗ്യത്തിനും ഭാവിക്കും ഒരുപോലെ ദോഷകരമാണ്. കൃത്യമായ സമയത്തുള്ള ശ്രദ്ധയും ശാരീരിക നടപടികളും അമിതവണ്ണം എന്ന അവസ്ഥയെ നിയന്ത്രിക്കാനും ആരോഗ്യപരമായ തലമുറയെ വാർത്തെടുക്കാനും സാധിക്കും. രക്ഷിതാക്കളും സമൂഹവും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ കുട്ടികളുടെ അമിതവണ്ണം എന്ന ഈ വെല്ലുവിളി നമുക്ക് മറികടക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു CBA ആണ് നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടുതലും അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളിച്ച് കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് മാക്സിമം നല്ല രീതിയിൽ ഈ CBA സംഘടിപ്പിക്കുക. ഈ CBA നടത്തി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് പോഷൻ ട്രാക്കറിലും അതേപോലെ തന്നെ ജനന്തോളം ഡാഷ്ബോർഡിൽ എൻട്രി വരുത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആദ്യം നമുക്ക് പോഷൻ ട്രാക്കറിൽ ഇന്നത്തെ ഈ വിഷയം കുട്ടികളുടെ അമിതവണ്ണം പോഷൻ ട്രാക്കറിൽ പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. പോഷൻ ട്രാക്കർ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളിലാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കാണും. അവിടെ താഴെ മോറിലമർത്തുക കഴിഞ്ഞാൽ അവിടെ നാലാമത്തെ വരുന്ന ഇവൻസിൽ അമർത്തുക. നിങ്ങൾ ഓൾറെഡി അറിയുന്ന കാര്യമാണ്, എന്നാലും പറയുന്നത് മാത്രം. ഇവൻസിൽ അമർത്തി കഴിഞ്ഞാൽ 3 ഉണ്ടാവും. VHSൻ്റെ CBA ട്രെയിനിങ് മൊഡ്യൂൾ. അതിൽ CBA തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും 11/4 അന്നപ്രാസം ദിവസത്തിൻ്റെ എൻട്രി. അത് എൻട്രി വന്നിട്ട് നോക്കുക. എന്നാൽ മാത്രം എൻട്രി പുതിയത് ഇന്നത്തെ എൻട്രി രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഇന്നത്തെ എൻട്രി രേഖപ്പെടുത്തുക. ആഡ് CBA കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ എൻട്രി നമുക്ക് രേഖപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഡേറ്റും തീമും ഇന്നത്തെ കറക്റ്റായി രേഖപ്പെടുത്തുക. പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ഓൾറെഡി അത് വന്നിട്ടുണ്ടോ നോക്കണം. അതല്ലെങ്കിൽ ചെയ്യരുത്. കാരണം എന്തെങ്കിലും ഇഷ്യൂ കാരണം വന്നിട്ടില്ലെങ്കിൽ അത് രേഖപ്പെടുത്തിയതിന് ശേഷം ഇന്നത്തെ നാളെ ചെയ്താലും മതി. ഇപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും 11 കഴിഞ്ഞിട്ട് 12-ാം തീയതി തൊട്ടിട്ടാണ് കാണുന്നത്. കാരണം 11-ാമത്തെ എൻട്രി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സുഖമായിട്ട് എൻട്രി നമുക്ക് നടത്താം. 22 ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റ് വരും. അതിനുശേഷം തീം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് ആണ്. കുറേ തീമുണ്ട്. അതിൽ പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് സെലക്ട് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. റെക്കോർഡഡ് ആഡഡ് സക്സസ്ഫുള്ളി വരും. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എത്രയോ വട്ടം ചെയ്താണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ, അന്നപ്രാസം ദിവസം വന്നു, പബ്ലിക് ഹെൽത്ത് മെസ്സേജും വന്നു. പബ്ലിക് ഹെൽത്ത് മെസ്സേജിൻ്റെ നേരെ എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്.
അങ്ങനെ എന്നാണ് എൻ്റർ ചെയ്യുക അന്നത്തെ ദിവസം മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളറിയാതെ പബ്ലിക് ഹെൽത്ത് മെസ്സേജിന് പകരം സുപോഷൺ ദിവസം അന്നപ്രാസം ദിവസം ഏതെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അറിയാതെ നമ്മൾ മാറി കൊടുത്ത് നമുക്ക് ഇപ്പോൾ തന്നെ ഇന്നത്തെ ഒരു ദിവസം തന്നെയാണെങ്കിൽ നമുക്ക് തിരുത്തി കൊടുക്കാവുന്നതാണ്. അത് നമുക്ക് കുഴപ്പമില്ല. ഓൾറെഡി നമ്മൾ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സുപോഷൺ ദിവസം വെച്ച് വന്നിച്ച് നമുക്ക് പബ്ലിക് ഹെൽത്ത് മെസ്സേജ് കൊടുക്കാം. കറക്റ്റായി കൊടുത്തുകൊണ്ട് നമുക്കൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ബാക്ക് അടിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ തെറ്റി അടിച്ച് ഇവിടെ സബ്മിറ്റ് ചെയ്തതിന് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്യും. അത് ആ ദിവസം മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ വീണ്ടും CBI എടുത്തതിന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ എൻട്രി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ജനന്തോളം ഡാഷ്ബോർഡിൽ എങ്ങനെ എൻട്രി വരുത്താമെന്ന് നോക്കി നോക്കാം. ജനന്തോളം ഡാഷ്ബോർഡിൽ നമ്മൾ ഈ ടോപ്പിക്കിൽ പറഞ്ഞ പോലെ തീം സെലക്ട് ചെയ്ത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ടു അഡ്രസ് ഒബേസിറ്റി ഇൻ ചിൽഡ്രൻ ആണ്. ആക്ടിവിറ്റി സെലക്ട് ചെയ്യേണ്ടത് CBI ഓൺ ഒബേസിറ്റി ഇൻ ചിൽഡ്രൻ വിത്ത് പാരൻസ് ആൻഡ് കെയർ ഗീവേഴ്സ് എസ്പെഷ്യലി ഓൺ ലിമിറ്റിംഗ് ജങ്ക് ഫുഡ്. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിനി എങ്ങനെ എൻട്രി വരുത്താൻ നോക്കി നോക്കാം. ജനന്തോളം ഡാഷ്ബോർഡ് എടുക്കുക. ജനന്തോളം ഡാഷ്ബോർഡിൽ നമുക്ക് അറിയാം യൂസർ നെയിം പാസ്വേഡ് നമ്മൾ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ലോഗിൻ കൊടുത്തതിനെ വരും. അവിടെ ഗ്രൂപ്പ് പോഷൻ പക്വട സെലക്ട് തീം. അപ്പോൾ സെലക്ട് തീം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ കാണാൻ പറ്റും, കണ്ടോ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ടു അഡ്രസ് ഒബേസിറ്റി ഇൻ ചിൽഡ്രൻ. അത് സെലക്ട് ചെയ്യുക. നാലാമത് വരുന്നത് അത് കറക്റ്റായിട്ട് തെറ്റാതെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓർഗനൈസർ ഓൾറെഡി വന്നിട്ടുണ്ടാവും. ലെവൽ ബ്ലോക്ക് മാറ്റിയിട്ട് AWC കൊടുക്കണം. അതേപോലെ നിങ്ങളുടെ കറക്റ്റ് സെൻറ്റർ സെലക്ട് ചെയ്യണം. ഇത് സെലക്ട് ചെയ്യാതെ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ എൻട്രി ഒരിക്കലും ചെയ്യില്ല. ബ്ലോക്ക് ലെവലായിരിക്കും. നിങ്ങൾ എൻട്രി ചെയ്തിട്ട് പറയും, പക്ഷേ ആ എൻട്രി നമുക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾ കറക്റ്റ് അതേപോലെ നിങ്ങളുടെ തന്നെ സെൻറ്ററും കൊടുക്കാൻ നോക്കണം. മാറി കൊടുത്താൽ നിങ്ങളുടെ എൻട്രിയിൽ വരില്ല. പിന്നെ ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക. ആക്ടിവിറ്റി രണ്ടാമത് തന്നെ കണ്ടോ, CBI ഓൺ ഒബേസിറ്റി ചിൽഡ്രൻ വിത്ത് പാരൻസ് ആൻഡ് കെയർ ഗീവേഴ്സ് എസ്പെഷ്യലി ഓൺ ലിമിറ്റിംഗ് ജങ്ക് ഫുഡ്. CBI തന്നെ അവിടെ കാണാനുണ്ട്. അത് സെലക്ട് ചെയ്യുക. പിന്നെ ഫ്രം ഡേറ്റും ടു ഡേറ്റും ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ ചെയ്യുന്നത് തെറ്റാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ ഫ്രം ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് കൊടുക്കുക. ടു ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് തന്നെ കൊടുക്കുക. അത് രണ്ട് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ നമ്പർ കൊടുക്കണം, എത്ര പേര് പങ്കെടുത്തു. മെയിലിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കുട്ടികളുടെ അച്ഛനും അമ്മയൊക്കെയാണ്. അപ്പോൾ മെയിൽ, അതായത് അച്ഛന്മാർ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ, അതായത് മുതിർന്നവരാരാച്ച സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ എണ്ണം കൊടുക്കുക, കറക്റ്റ് തെറ്റാതെ കൊടുക്കുക. അതിനുശേഷം കുട്ടികളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും എത്ര പേര് പങ്കെടുത്തിട്ടുണ്ടോ ആ എണ്ണം കറക്റ്റ് തെറ്റാതെ കൊടുക്കുക. അഡോളസൻ ഗേൾസ് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ എണ്ണം കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് എണ്ണം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം കൊടുക്കുക. താഴെ അഡോളസൻ ഗേൾസ് എണ്ണം കൊടുക്കുക. ഇനി ആരും പങ്കെടുത്തിട്ടില്ല അതിൽ എണ്ണം ബ്ലാങ്ക് ആക്കിയിട്ട് അറ്റ്ലീസ്റ്റ് 0 എൻ്റർ ചെയ്യണം. എന്നിട്ട് അപ്പോൾ ടോട്ടൽ നമുക്ക് താഴെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ ആ എൻട്രി കറക്റ്റായിട്ട് വന്നു. ഇനി ഇതിന് ശേഷം നിങ്ങൾക്ക് താഴെയുള്ളത് നിങ്ങൾക്ക് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അറ്റാച്ച് ചെയ്യാം. ഇമേജ് ആണെങ്കിൽ 2 MB താഴെ ആയിരിക്കണം. സൈസ് എങ്ങനെ കുറയ്ക്കാമെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിലർ പറഞ്ഞു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ അറ്റാച്ച് ചെയ്യാൻ പറ്റി 25 MB കുറവാണെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇമേജാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇമേജ് തുടക്ക് ബ്രൗസ് ഫയൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഫോട്ടോ കറക്റ്റായിട്ട് കൊടുക്കുക. അറ്റാച്ച് ചെയ്തതിന് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ കാര്യം ചെയ്ത് കറക്റ്റായി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് ഇന്നത്തെ ഏതാ CBI 2 അല്ല, അപ്പോൾ CBI 2 എന്ന് കൊടുക്കുക. CBI 2 അതായത് ഇന്നത്തെ ഏപ്രിൽ 2025 അപ്പോൾ CBI 2 ഏപ്രിൽ 2025 എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സെൻറ്റർ നമ്പറും കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ ഒന്നുമല്ല, നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് അതായത് കുത്ത് കോമ അതൊന്നും കുഴപ്പമില്ല. അതല്ല സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഹൈഫോൺ എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് സബ്മിറ്റ് ചെയ്യുക. അതുകൊണ്ട് സബ്മിറ്റ് ചെയ്തതിന് നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് വരും, സക്സസ്ഫുള്ളി സബ്മിറ്റഡ്, നിങ്ങളുടെ എൻട്രി കറക്റ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തെറ്റാതെ കറക്റ്റായിട്ട് ചെയ്യുക. ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുക. താങ്ക് യു.